ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ കോസ്റ്റ് ഷീറ്റിലെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. 3 തരം ഉണ്ടായിരുന്നു: റോ മെറ്റീരിയൽ, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോഗ്രസ്. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് സ്റ്റോക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് വന്നാൽ, അതായത് നമുക്ക് ഐറ്റംസിൽ സ്ക്രാപ്പ് വരികയാണെങ്കിൽ സ്ക്രാപ്പ് എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. സ്ക്രാപ്പ് ഇസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ ഫോർ സെർട്ടൈൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. ചില മാനുഫാക്ചറിങ്ങിൻ്റെ ശേഷം ഉണ്ടാവുന്ന, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില മെറ്റീരിയൽസ് ഉണ്ടാവും, ഇൻസിഡൻ്റലി ക്രിയേറ്റ് ആയി വരും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രാപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പിന്നെ പറ്റില്ല. ഇറ്റ് ഈസ് ജനറലി ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും അത് ഉണ്ടാവുക. അതേപോലെ അതിന് വാല്യൂം കുറവായിരിക്കും, അവൻ ലോ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സച്ച് realizable value of scrap should be deducted from the factory overhead or factory cost. അപ്പോൾ സ്ക്രാപ്പ് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അത് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഫാക്ടറി ഓവർഹെഡിൽ നിന്നോ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നോ ആണ് എന്ത് ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ സ്ക്രാപ്പ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഫാക്ടറി ഓവർഹെഡ് ഓർ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ചെറുതായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ സ്ക്രാപ്പിനുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ദ ഡയറക്ടർ ഓഫ് എ മാനുഫാക്ചറിങ് ബിസിനസ് റിക്വയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൊഡക്ഷൻ റിസൾട്ട് ഓഫ് ബിസിനസ് ഫോർ ദ മന്ത് ഓഫ് 2021. ദ കോസ്റ്റ് അക്കൗണ്ട്സ് റിവീൽ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ഇത് നമുക്ക് തന്നിരിക്കുന്ന സാധാ പോലെ തരുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഓൺ ഫസ്റ്റ് മാർച്ച് 2021 തന്നിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഓൺ 31 മാർച്ച് 2021 റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ദെൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സെയിൽസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ്, വർക്ക് എക്സ്പെൻസസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, പിന്നെ സെയിൽ ഓൺ സ്ക്രാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യു ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സോ ആസ് ടു ഷോ ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിനർത്ഥം എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദെൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. ദെൻ ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ മന്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുണ്ടാവും. ഇവിടെ സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം 2 തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതേപോലെ സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആകുമ്പോൾ നമ്മളത് ഫാക്ടറി ഓവർഹെഡിൽ നിന്നോ അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൽ നിന്നോ കുറയ്ക്കാം. ഏതെന്നോ ഒന്നിന്ന് കുറച്ചാൽ മതി, രണ്ടിന്നും കുറയ്ക്കരുത്. ഫാക്ടറി ഓവർഹെഡിൽ നിന്നോ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നോ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാനാണ്, അഥവാ ഡയറക്റ്റ് മെറ്റീരിയൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടിയിട്ട്, റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നത് 25,000 ആണ് തന്നിരിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് ആഡ് ചെയ്യാം. അപ്പം 21,900 ആണ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 46,900 കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 26,250 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലാണ് കിട്ടുക.
ഡയറക്റ്റ് മെറ്റീരിയലാണ് കിട്ടുക. ഡയറക്റ്റ് മെറ്റീരിയൽ ഓർ അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയും. അത് 2650 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഡയറക്റ്റ് വേജ് ആണ്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. അപ്പം മാത്രമേ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് വേജ് എത്രയാണ്? 17,150 ആണ് ഡയറക്റ്റ് വേജ്. അപ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 37,800 ആണ് പ്രൈം കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് വർക്ക് എക്സ്പെൻസസ് മീൻസ് ഫാക്ടറി ഓവർ ഹെഡ് ആണ് വർക്ക് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്യുക. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് ആണ് നമ്മൾ വർക്ക് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വർക്ക് എക്സ്പെൻസസ് എന്ന് തന്നതിനുകൊണ്ട് നമുക്കത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് എഴുതാം. അത് എത്രയാണ്? 8,340 ആണ് വർക്ക് എക്സ്പെൻസസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഫാക്ടറി കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് എന്നോ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രാപ്പ് നമുക്ക് 330 ആണ് സ്ക്രാപ്പ് തന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫാക്ടറി ഓവർ ഹെഡ് എന്നാണ് എന്ത് ചെയ്യുന്നത്, സ്ക്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാപ്പ് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡിൽ നിന്നും സ്ക്രാപ്പ് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പം 8,340 നിന്നും 3,330 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8,010 ആണ് കിട്ടുക. ദെൻ പിന്നെ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 8,220 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പം 54,030 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത്. അതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9,100 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റാണ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ക്രാപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഫാക്ടറി കോസ്റ്റ് നിന്നും മൈനസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് അറ്റ് എ ടൈമിൽ നമ്മൾ രണ്ടൊന്നും മൈനസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഇതെന്ത് ചെയ്യാവൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് നമുക്ക് 44,930 ആണ് ഫാക്ടറി കോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്രയാണ്? 6,870 ആണ് തന്നിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 51,800 കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നിങ്ങൾക്കറിയാം എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. 17,360. അപ്പോൾ 69,160 കിട്ടും. ഈ ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. അപ്പം 15,750 ആണ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 53,410 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന ഓവർ ഹെഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്? ഇതിനത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് തന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത് 57,620 ആണ് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടുക. അപ്പോൾ ഇതിനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ആണല്ലോ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ആണ് കിട്ടുക. പക്ഷെ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 72,310 ആണ് നമുക്ക് സെയിൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും എന്ത് ചെയ്യണം,
സെയിൽസിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. അപ്പം 14,690 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. സ്ക്രാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഫാക്ടറി ഓവർ ഹെഡെന്നോ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്നോ ആണ് എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ അവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഒരു പ്രോബ്ലം എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.